കോട്ടയം ജില്ലയിൽ അങ്ങനെ അധികം ആരും കേൾക്കാത്ത അടുക്കം എന്ന ഗ്രാമത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൊടുപുഴ മുട്ടം കാഞ്ഞിരങ്കാവല മേച്ചാല് വഴി ഇല്ലിക്കൽ കല്ലിലേക്ക് പോകുന്ന റൂട്ടാണേ. അപ്പോൾ ഇൻട്രോ എടുക്കാനായിട്ട് നിർത്തിയതാണ് കേട്ടോ ഈ വഴിയരികിൽ. അന്നേരമാണ് അതേ മേളിലൊരു കാഴ്ച കാണുന്നത്. അങ്ങോട്ട് കയറി ചെല്ലാം. വലിയൊരു പറമ്പാണ് കേട്ടോ. ഇവിടെയൊക്കെ നേരത്തെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൂചനയൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിങ്ങനെ കുറേ മരങ്ങൾ കാണാം കേട്ടോ. എന്ത് മരമാണെന്ന് അറിയില്ല. ഈ പറമ്പ് നിറയെ അതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ കാഴ്ച. കണ്ടോ, ചാമ്പമരം നിറയെ ചാമ്പങ്ങ കാഴ്ച കിടക്കുന്നൊക്കെ. സാധാരണ വീടുകളുടെയൊക്കെ മുറ്റത്തല്ലേ ചാമ്പമരമൊക്കെ കാണുന്നത്. നിറയുണ്ടേ, നല്ല പഴുത്ത് തൊടുത്ത ചാമ്പങ്ങ. എന്തായാലും കുറച്ച് പറിച്ചെടുക്കാം. കണ്ടോ, വീടിൻ്റെ ഒരു തറ പോലെയില്ലേ കാണാൻ. മിക്കവാറും നേരത്തെ വീടുണ്ടായിരിക്കാം. ആ വീടിൻ്റെ മുറ്റത്ത് നിന്നിരുന്ന ചാമ്പമരമായിരുന്നു അത്. ഞാനങ്ങനെ ഗസ് ചെയ്ത് പറയുന്നത് കേട്ടോ. അത് വീടിൻ്റെ തറ പോലെയുണ്ട് കണ്ടിട്ടല്ലേ. അതേട്ടോ, ആ ഒരു സ്ക്വയർ ഷേപ്പിലാണ്. മിക്കവാറും വീടിൻ്റെ തറ ആയിരിക്കാം. എന്താണെന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ. കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി. എന്തായാലും ഈ പറമ്പിൽ നിറയെ കാപ്പിയുണ്ട് കേട്ടോ. കാപ്പിയുണ്ട്. പിന്നെ ഇത് വലിയൊരു പാറ കാണാം അതിൻ്റെ പുറകിലായിട്ട്. ചാമ്പങ്ങയ്ക്ക് മധുരം കുറവാണ്. ഈ മഴ പെയ്ത് വെള്ളം അത് കയറിയുണ്ട്. എന്തായാലും ഈ സംഭവം ജസ്റ്റ് ഞാനങ്ങനെ റോഡിൽ നിന്ന് നോക്കിയപ്പോഴത്തേനും ഇങ്ങനെ ചുമന്ന് കുറേ കായകൾ കിടക്കുന്ന പോലെ കണ്ടു. സാധാരണ ഇങ്ങനെ പറമ്പുകളിലൊന്നും അങ്ങനെ നമ്മൾ കാണണമല്ലോ. കാര്യം പറഞ്ഞാൽ നിറയെ ഉണ്ട്. എന്തായാലും കുറച്ച് പറിച്ച് പോക്കറ്റിടാം. ഈ പറമ്പിൽ അങ്ങനെ പ്രത്യേകിച്ച് കൃഷികളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അത് ഇങ്ങനത്തെ ഈ കാണുന്ന മരമാണ് കൂടുതലും. പിന്നെ കാപ്പിയുണ്ട് കുറേ. അതുപോലെ മലയിഞ്ചിയൊക്കെ ആണ് കേട്ടോ. അതൊക്കെ നട്ടുപിടിപ്പിച്ചേക്കുന്നതാണോ ഇങ്ങനെ പൊട്ടിമുളച്ച് നിൽക്കുന്നതാണോന്നും അറിയില്ല. അപ്പോൾ അത് വീടിൻ്റെ തറയായിരിക്കണമെന്നൊന്നും ഉറപ്പൊന്നുമില്ല കേട്ടോ. ഞാൻ ആ ഒരു സ്ക്വയർ ഷേപ്പ് കണ്ടുകൊണ്ട് അങ്ങനെ ഗസ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നെല്ലാപ്പാറ എന്ന സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഈ മലയിഞ്ചി വലിയ തോതിൽ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, അതൊരു മലയിഞ്ചി തോട്ടമാണ് കാണുന്നത്. അതുപോലെ ഇവിടെ ഒരു ചർച്ചുണ്ടേ, സെൻറ്റ് മേരീസ് ചർച്ച് നെല്ലാപ്പാറ. പാലാ രൂപതയുടെ പള്ളിയാണ്. 1975 സ്ഥാപിതമായ പള്ളിയാണ്. അപ്പോൾ ഈ നെല്ലാപ്പാറ എന്നുള്ള പേരിൽ വേറെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. തൊടുപുഴ പാലാ റൂട്ടിൽ ഒരു നെല്ലാപ്പാറയുണ്ട്. അപ്പോൾ ഈ നെല്ലാപ്പാറയിൽ പഴയ കാലത്തെ 1-2 കടകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആ പള്ളിയുടെ കുരിശുപള്ളിയാണ് ഈ കാണുന്നത്. അതുപോലെ അവിടെ ഒരു റേഷൻ കടയുണ്ട്. ഈ കടയ്ക്ക് എത്ര വർഷം പഴക്കമുണ്ട്? 40 വർഷം അല്ലേ. ഈ മലയിഞ്ചിയാണ് ഇവിടുത്തെ പ്രധാനമായിട്ടും കൃഷി ചെയ്യണേ. അവിടെ മലയിഞ്ചി നട്ടേ. അത് മലയിഞ്ചി അല്ലേ? ഇത് അതൊക്കെ അല്ലേ. മലയിഞ്ചി പുതിയതായിട്ട് തുടങ്ങിയതാണോ? അതെ അല്ലേ. അത് കൂത്താട്ടുളം പോകുന്ന വഴി പലചരക്ക് കടയല്ലേ. കച്ചവടമൊക്കെ ഉണ്ടോ? അതെ അല്ലേ. ആള് കുറവാ അല്ലേ. പാറമട. ഇവിടെ ഒരു പാറമടയുണ്ട്. അത് കാരണമാണോ ആളുകൾ പോയത്? ഇവർ പാറമടക്കാർ മേടിച്ചോ? ഉണക്കമീനെ കൊണ്ട് വെച്ചേക്കുന്ന നോക്കി ഒരു കവറിൽ മാത്രം. എത്ര കിലോ ഉണ്ട് ഏട്ടാ മൊത്തം? അത്രേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ മലയിഞ്ചി ഉണങ്ങാനിട്ടേക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. മലയിഞ്ചി അങ്ങനെ തൈകൾ അങ്ങനെ നിൽക്കുന്നതല്ലാതെ മലയിഞ്ചി എന്താണെന്ന് വരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണേ. നമ്മുടെ ഇഞ്ചിയുടെയൊക്കെ ഏകദേശം ഒരു ഇഞ്ചി മഞ്ഞളിൻ്റെയൊക്കെ ഏകദേശം ഒരു രൂപം കണ്ടില്ലേ. ഇത് ഈ മരുന്നിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് റേഷൻ കടയാണ് കേട്ടോ ഇവിടുത്തെ. എന്നാ ഉണ്ട് കിലോയ്ക്ക്? എന്നാ വില? അതല്ലേ. ഇതെന്തിനാ ശരിക്കും ഉപയോഗിക്കുന്നത്? ഇത് മെഡിസിനായിട്ട് കൂടുതൽ പൊടിയായിട്ട് എടുക്കുന്നുണ്ട്. അതല്ലേ. ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവോ? അത് എങ്ങോട്ടാ കയറി പോണേ? ഇത് വിദേശത്തോട്ട് കയറ്റിയിരിക്കുന്നു. അതല്ലേ. മലയിഞ്ചി കൂടാതെ കാപ്പി ഇതൊക്കെ ഇവിടെ വിളയുന്നതല്ലേ? മൈസൂർ കാപ്പിയാണ്. മൈസൂർ കാപ്പി. ഇവിടെ കൃഷി ചെയ്യുന്നല്ലേ നമ്മുടെ ഈ നാട്ടിൽ തന്നെ? ഓക്കെ. വ്യത്യാസമുണ്ട് നമ്മുടെ നാടനെക്കാളും അല്ലേ. അതുപോലെ കശുവണ്ടി ഉണ്ട്.
മലഞ്ചരക്ക് വ്യാപാരം ഉണ്ടല്ലേ ഇതിൻ്റെ കൂടെ തന്നെ? ഓക്കെ ഓക്കെ. ഇതെല്ലാം മലയിഞ്ചി കെട്ടിച്ചേക്കണല്ലേ? ആ ആ. കൂവയൊന്ന് കാണിക്കാവോ? ആ ഹാ ഹാ ഹാ. ഇത് ഈ പിള്ളേർക്കൊക്കെ പൊടിച്ചു കൊടുക്കുന്നേ? ആ ജസ്റ്റ് ഒന്ന് കാണാനോ? ഓ ഇതാണ് കൂവക്കിഴങ്ങ്. ഒരു മഞ്ഞ കളർ ഉണ്ടല്ലേ? ഒരു മഞ്ഞളിൻ്റെ ഏകദേശം രൂപം. ആ വാട്ടി ഉണങ്ങി വെച്ചേക്കുന്ന. ഇനി ഇത് പൊടിക്കുവോ? ഇത് പൊടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറുക്കായിട്ട് ഉപയോഗിക്കുന്നത് വേറെ അല്ലേ? പച്ചക്ക് അരച്ചിട്ട് അങ്ങനെയാണ് പിള്ളേർക്ക് കൊടുക്കാനുള്ള കുറുക്ക്. ഈ കൂവക്കിഴങ്ങിന് എങ്ങനെയാണ് റേറ്റ്? ഇപ്പോൾ ഇത് 110 രൂപ. 110 രൂപ കിലോയ്ക്ക്? 110 രൂപ. 120, 25 വന്നാ. ഓക്കെ. ആ ഇതിങ്ങനെ ഉണങ്ങി കൊടുക്കുന്നതിനാണ് അല്ലേ? അതെ അതെ. ഇത് പച്ചക്ക് പറിച്ച് ഇത് വേരെല്ലാം ചെത്തിയിട്ട് വാട്ടി ഉണങ്ങണം. നല്ല രീതിയിൽ ഉണങ്ങണം അല്ലേ? നല്ലപോലെ ഉണങ്ങണം. ഒടിയാൻ പാടില്ല, അതുപോലെ ഉണങ്ങണം. ഒടിയത്തില്ല. ഓ ശരി ശരി. നല്ല ടെമ്പറായിട്ടിരിക്കണേ. ഇതൊരു കിഴങ്ങ് നല്ല വലിപ്പം ഉണ്ടാവുമല്ലോ. ആ കൂവച്ചെടി ഉണ്ടോ ഈ പ്രദേശമെല്ലാം നിൽക്കുന്നുണ്ടോ? ആ അതെ. ഇത് എവിടുന്ന് കൊണ്ടിരുന്ന? ഇത് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. അതെ അല്ലേ? കൃഷിയുണ്ടല്ലേ? ഞാൻ ഈ മലയിഞ്ചി കണ്ടപ്പോഴേ ഞാനിങ്ങനെ നിൽക്കുന്ന തൈകൾ കണ്ടിട്ടുള്ളതല്ലാതെ സംഭവം ആദ്യമായിട്ട് കാണോ? 20 ടണ്ണോളം കയറി പോയിട്ടുണ്ട് ഇവിടുന്ന് തന്നെ. അപ്പൊ അത്രയും കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ അല്ലേ? ഓ അതെ അല്ലേ? ഞാൻ ഈ വന്ന വഴിക്ക് കണ്ടു. പ്രശ്നമല്ല. ആ ശരി ശരി. ഇവിടെ ഒരു കുടുംബക്ഷേമ കേന്ദ്രം കാണാം കേട്ടോ. ഒരു ക്ലിനിക്കോട് കൂടിയതാണ്. അപ്പോൾ ഇവിടെ ആഴ്ചയിൽ 2 ദിവസമേ ഉള്ളൂ അല്ലേ? ഇവിടെ ഡോക്ടർ വരുമോ? നഴ്സുമാർ വരും. ഓക്കെ. ഓ ശരി ശരി ശരി. സർക്കാരിൻ്റെ. ഇവിടെ പഴയ ഒരു കട കാണാവേ. കട പൂട്ടിപ്പോയതാണ് കേട്ടോ. ഇത് എന്ത് കടയായിരുന്നു? ഹോട്ടലായിരുന്നു ചേട്ടാ? ചെറിയൊരു ഹോട്ടലായിരുന്നു കേട്ടോ. അടച്ചു പോയേക്ക്. ഇവിടെ ആൾക്കാർ കുറവാന്നല്ലേ പറഞ്ഞേ? ആ പഴയ കാലഘട്ടത്തിൻ്റെ ഒരു ഓർമ്മയാണത് ഇങ്ങനത്തെ കടകളൊക്കെ കാണുമ്പോഴത്തേനും. ഇങ്ങനത്തെ പലക വെച്ച് ഇങ്ങനെ അടയ്ക്കണ പോലത്തെ. ഈ മലയോര മേഖലയിൽ ചെയ്യുന്ന ഒരുവിധപ്പെട്ട എല്ലാ കൃഷികളും ഈ ഒരു നെല്ലാപ്പാറയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഏലച്ചെടി കാണാം. ഞാൻ ആദ്യം വിചാരിച്ചത് മലയിഞ്ചി ആയിരിക്കുന്നു. ഈ മലയിഞ്ചിയുടെ ചെടിയും ഏലച്ചെടിയും കണ്ടാൽ വളരെ സാമ്യം തോന്നും കേട്ടോ. ഏലച്ചെടികളാണ്. അതിൽ വെയിലടിക്കാതിരിക്കാനായിട്ടേ കണ്ടില്ലേ പന്തലൊക്കെ ഇട്ടേക്കുന്നത്. ആ ഏരിയ മൊത്തം ഏലമാണ് നട്ടേക്കുന്നത്. അപ്പോൾ നെല്ലാപ്പാറയിൽ നിന്ന് കുറച്ച് ദൂരം കയറ്റം കയറി വന്നാൽ നമ്മളത് ഇങ്ങനെ ഒരു ജംഗ്ഷനിലേക്കാണ് എത്തുന്നത്. അപ്പോൾ നേരെ പോയാൽ ഈരാറ്റുപേട്ടയ്ക്കാണ്. ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴി. അത് നേരെ ഇല്ലിക്കല്ലിലേക്ക് പോകുന്ന കേട്ടോ. ഇവിടുന്ന് 5 കിലോമീറ്ററാണ് ഇല്ലിക്കല്ലിലേക്കുള്ള ദൂരം. അപ്പോൾ ഇല്ലിക്കല്ല് റൂട്ടിലാണ് നമുക്ക് ചെന്നിട്ട് അടുക്കത്തേക്ക് പോകേണ്ടത്. നല്ല കുത്തനെയുള്ള കയറ്റമാണ്. ഇതിലേക്ക് ഒരുപാട് സഞ്ചാരികൾ അവധി ദിവസങ്ങളിലൊക്കെ ആയിട്ട് പോകുന്നതാണ് കേട്ടോ. നല്ല കുത്തനെയുള്ള കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് നോക്കിയാൽ ഫ്രണ്ടിൽ വലിയൊരു മല. ചെറിയ രീതിയിൽ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ വെയിലിൻ്റെ ഒപ്പം തന്നെ. അപ്പോഴീ കയറ്റം കയറി വരുമ്പോൾ എന്താ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു റിസോർട്ടൊക്കെ ഉണ്ട്. ഹെൽത്ത് ആക്കേഷൻ എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ നെല്ലാപ്പാറ കഴിഞ്ഞാൽ പിന്നെ ഈ റൂട്ടിലുള്ള അടുത്ത ഗ്രാമം എന്ന് പറയുന്നത് പഴുക്കാക്കാനമാണ്. നമ്മളിപ്പോൾ പഴുക്കാക്കാനത്തോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് കടകളും വീടുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ പഴുക്കാക്കാനവും നമ്മളിപ്പോൾ പോകുന്ന അടുക്കം ഒക്കെ ഈ ഇല്ലിക്കല്ലിൻ്റെ താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളാണ് കേട്ടോ. ഇല്ലിക്കല്ലിൻ്റെ താഴ്വാര ഗ്രാമങ്ങളാണ്. നമുക്ക് ഈ പോകുന്ന വഴിക്ക് ഇല്ലിക്കല്ലിൻ്റെ വിദൂര ദൃശ്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ പഴുക്കാക്കാനത്ത് നിന്ന് നേരെ വന്നാൽ നമ്മളിതിങ്ങനെ ഒരു ജംഗ്ഷനിലേക്കാണ് വരുന്നത്. ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് ഇല്ലിക്കല്ലിലേക്ക് പോകുന്നത്. നമുക്ക് ഇല്ലിക്കല്ലിൻ്റെ ആ മലയൊക്കെ ഇവിടുന്ന് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെയാണ് പോകേണ്ടത് അടുക്കത്തേക്ക്. അങ്ങനെ കുത്തനെയുള്ളൊരു ഇറക്കമാണ് കേട്ടോ. ഇതുവഴി ഇറങ്ങി വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇറങ്ങി വരണം. നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. ഹൈ ഗിയറിലൊക്കെ ഇറങ്ങി വരണം. അല്ലെങ്കിൽ ബ്രേക്ക് കണ്ടിന്യൂസ് ബ്രേക്ക് അപ്ലൈ ചെയ്ത് വന്നാൽ ബ്രേക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇല്ലിക്കൽ കല്ല് കാണാം. കണ്ടില്ലേ? ഇല്ലിക്കൽ കല്ലിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കാണണേ. എന്നാ ഹൈറ്റിലാന്ന് നോക്കിയേ. അതുതന്നെ കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ മലയല്ലേ. വീണ്ടും നമുക്ക് ഇല്ലിക്കൽ കല്ല് കാണാം. അപ്പോൾ നമ്മൾ ഈ വരുന്ന വഴിയുടെ ഒരു സൈഡിൽ നമുക്ക് ഇല്ലിക്കലിൻ്റെ പല ഭാഗങ്ങൾ കാണാം കേട്ടോ. കണ്ടില്ലേ? ഇപ്പോൾ കറക്റ്റ് ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ കല്ലുകളും തന്നെ കാണാം കേട്ടോ. കൂനക്കല്ലും കുടക്കല്ലും അങ്ങനെ ഉള്ള കല്ലുകളെല്ലാം ചേരുന്നതാണല്ലോ ഇല്ലിക്കൽ കല്ല്. ആ മലയുടെ മുകളിൽ നിന്നാണ് നമ്മൾ പോയി നിൽക്കുന്നത് കേട്ടോ. വ്യൂ പോയിൻ്റ് ഇല്ലിക്കലിൻ്റെ ഒരു ഫ്രണ്ടിൽ വലിയ കല്ല് കാണുന്ന ഒരു മലയാണ് കാണുന്നത്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ് കാണാം. അങ്ങനെ ട്രക്ക് ചെയ്ത് കയറി വരുന്നത് അതിലാണ് കയറി വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ നോക്കി താഴെയൊക്കെ ധാരാളം വീടുകളും ഉണ്ടേ.
ഇല്ലിക്കലിൻ്റെ തൊട്ട് താഴെയായിട്ട് വീടുകളും കൃഷിയിടങ്ങളൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മേലടുക്കം എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അടുക്കത്തിന് മുമ്പുള്ള മേലടുക്കത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതൊരു ജംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കടകളൊക്കെ കാണാം. പഴയ കാലത്തെ കടകളും പുതിയ രീതിയിലുള്ള കടകളൊക്കെ ഉണ്ട്. ഒരു കുരിശുപള്ളിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു CSI ചർച്ച് ഉണ്ട്. ഇതിലൊക്കെ ബസ് സർവീസ് ഉള്ളതാണ് കേട്ടോ. രാവിലെ ഇത് 7:30 ഇവിടെ നിന്ന് പോകും. ഇവിടെ നിന്ന് കോട്ടയം പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് ഈ 12 ആകുമ്പോൾ ഇവിടെ വരും. വന്നേച്ച് പിന്നെ 1 മണിയാകുമ്പോൾ പോകും. പോയിട്ട് പിന്നെ വൈകിട്ട് 7:30 ആകുമ്പോൾ ഇവിടെ തിരിച്ച് വരും. ഇവിടെ സ്റ്റേ ആണ്. 3-4 ബസ്സുണ്ട്. ഒരു ട്രാൻസ്പോർട്ട് ഉണ്ട്. രാവിലെ 9:30 ആകുമ്പോൾ ഇവിടെ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ 5:30 ഉള്ളൂ. അടുക്കത്തുനിന്ന് കോട്ടയത്തേക്ക് പോകുന്നതാണ് ഈ ബസ്. കണ്ടോ, ഇവിടെയൊക്കെ പ്രധാനമായിട്ടും മലയിഞ്ചിയാണ് കൃഷി ചെയ്യുന്നത്. വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ മലയിഞ്ചി കൃഷി ചെയ്തേക്കുന്ന കാണാം. ഇതാണ് അതിൻ്റെ കിഴങ്ങ് കണ്ടില്ല. ഏകദേശം ആ കൂവക്കിഴങ്ങായിട്ട് സാമ്യം തോന്നും കേട്ടോ. പക്ഷേ കളറിൽ വ്യത്യാസമുണ്ട്. ഈ മലയിഞ്ചിയുടെ കിഴങ്ങ് കണ്ടില്ല, ഇത് വെളുത്താണ്ടിരിക്കുന്നത്. കൂവക്കിഴങ്ങിൻ്റെ മഞ്ഞളിൻ്റെ ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡാണ്. ഉണങ്ങായിട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മൊത്തം 4 ബസ്സുകളാണ് സർവീസ് നടത്തണേ. പല ടൈമിലായിട്ടുണ്ട്. ഈരാറ്റുപേട്ട, കോട്ടയം ഭാഗത്തേക്കൊക്കെ. അതിലൊരു ട്രാൻസ്പോർട്ട് ബസ്സും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ മേലടുക്കും അടുക്കുമൊക്കെ തലനാട് പഞ്ചായത്തിൽ വരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. തലനാടിലേക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റാണ് പോകുന്നത്. ഇപ്പോൾ ബസ് പോയ വഴി ഇതിലാണ് കേട്ടോ, ഈരാറ്റുപേട്ട പാലാ വാഗമൺ റൂട്ടിൽ. അപ്പം മേലടുക്കൻ ടൗണിൽ നിന്ന് CSI ചർച്ചിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അവിടെ ഫുഡ് കഴിക്കാനായിട്ട് ആ ഹോട്ടലിലെ ഭക്ഷണം തീർന്നു മേലടുക്കത്തില്ല. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു തട്ടുകടയുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ അധികം ഭക്ഷണമൊന്നുമില്ല, ഈ ചെറുകടികളൊക്കെ ഉള്ളൂ. പക്ഷേ തീർന്നു പറഞ്ഞിട്ട് ആ ചേച്ചി എനിക്ക് പുട്ടുണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് മേലടുക്കത്തിലെ ഷാപ്പ് ആണത് ഇവിടെ ഈ കാണുന്നത്. ഷാപ്പിൽ ഫുഡൊന്നുമില്ല കേട്ടോ. പുട്ട് ലൈവായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ചേച്ചി. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുണ്ടാക്കണ അതേ ഇവിടെ പുട്ടുള്ളതാണോ? ഉള്ളതാല്ലേ? ഓ ശരി ശരി. ഇവിടെ ചോറൊക്കെ ഉണ്ടോ? അങ്ങനെയല്ലേ? ചെറുകടികളൊക്കെ ഉണ്ടല്ലേ? പരിപ്പ് വട, ഉഴുന്നുവട, ബോളി. ഓക്കെ. ഇതെങ്ങോട്ട് പോകുന്ന വഴിയാ? പള്ളി പഴുക്കാക്കാനം പഴയ റോഡ്. ഓക്കെ. പുതിയ റോഡല്ല, അത് പുതിയ റോഡ് പോകുന്ന ഹൈവേ വന്നത് അക്കരെ വഴി, സ്കൂൾ വഴി അക്കരെ വഴി പോകുന്നു. ഇത് പഴയ റോഡ്. ഈ റോഡിൽ പോയാലും പഴുക്കാക്കാനത്ത് എത്താം. അങ്ങനെ നമുക്ക് ഇല്ലിക്കലിന്റെ അങ്ങോട്ട് പോകത്തില്ലേ? പോകാൻ ഈ വഴിക്ക് പോകാം. സകല ഓഫ് റോഡ് ഉണ്ടെന്ന് മാത്രം. റോഡ് എന്ന് പറഞ്ഞാൽ അത്രയും മോശമല്ല, പക്ഷെ കോൺക്രീറ്റ് ആയതുകൊണ്ട് ഭയങ്കര ബമ്പുകളൊക്കെ ഉണ്ട്. ബമ്പുള്ള റോഡിൽ കാറൊക്കെ പോയി കഴിഞ്ഞാൽ അടിയെത്തും. ചെറുവണ്ടിക്കൊക്കെ പോകാൻ പറ്റും, ഓഫ് റോഡ് വണ്ടികൾക്ക് പോകാൻ പറ്റും, കുഴപ്പമില്ല. അപ്പോൾ ആ കട കൂടാതെ ഇവിടെ ചെറിയൊരു കടയുണ്ടേ. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ പഴയ രീതിയിലുള്ള കടകളാണ് ഇവിടെ കൂടുതലുള്ളത്. പിന്നെ ഇവിടെ ചെറിയൊരു കെട്ടിടം കാണാം. ഇത് സാംസ്കാരിക നിലയം അല്ലേ? വെള്ളം സാധാ വെള്ളം മതി, പച്ചവെള്ളം മതി. പച്ചവെള്ളം മതി. നല്ല ചൂട് പുട്ടാട്ടോ. ആ ചായക്കടയിൽ നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. അത് മാത്രമല്ല റേറ്റ് വളരെ കുറവാണ്. 50 രൂപയേ ഉള്ളൂ. 2 കഷ്ണം പുട്ടും ഒരു കടലക്കറി അതുപോലെ ഒരു പഴംപൊരിയും കൂടെ മേടിച്ചായിരുന്നു അവിടെ ചേർത്തിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് റേറ്റ് മാറിപ്പോയോ, ഒന്നോടെ ഒന്ന് കൂട്ടി വെക്കാൻ പറഞ്ഞു കേട്ടോ. എല്ലാം അത്രയേ ഉള്ളൂ, 50 രൂപ ഉള്ളൂ എന്ന്. നല്ല ചൂടുള്ള പുട്ടായിക്കോട്ടെ പഴംപൊരി ആയിക്കോട്ടെ എല്ലാം. ആ ഫുഡ് കഴിച്ച ഹോട്ടലിൽ അവിടെ നിന്ന് ഒരു ഏകദേശം 1.5 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റമാണ്. കയറി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ അടുക്കത്തിലെ CSI പള്ളിയുടെ അങ്ങോട്ട് എത്താം കേട്ടോ. ഈ വഴി നേരെ അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ ചുറ്റി വളഞ്ഞ് നേരെ ഇല്ലിക്കലിൻ്റെ അങ്ങോട്ട് കിടക്കുന്ന വഴിയാണ്. നമുക്ക് ഇവിടുന്ന് ഇല്ലിക്കല്ല് കാണാം കേട്ടോ. കണ്ടല്ലേ, അവിടെ നമുക്ക് ഇല്ലിക്കൽ കാണാം. അപ്പോൾ ഈ വഴി എന്ന് പറയുന്നത് ആദ്യകാലത്ത് ഇതിലായിരുന്നു ഇല്ലിക്കലിലേക്ക് പോയിക്കൊണ്ടിരുന്ന കേട്ടോ, ആ മെയിൻ വഴിക്ക് വരുന്നതിന് മുന്നേ. അപ്പോൾ ഏകദേശം ഒരു 10 വർഷമായ ടൈം ആയുള്ളൂ ഇല്ലിക്കൽ ഇത്രയും ഫേമസ് ആയിട്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് ആ മെയിൻ വഴി നിർമ്മിക്കുന്നത്. ഇപ്പോഴും ഈ വഴി നമുക്ക് പോകാം, പക്ഷേ കുറേ ദൂരം ഓഫ് റോഡാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഈ മലയോര മേഖലയിൽ നിന്നൊക്കെ ആളുകൾ താമസം ഒഴിവാക്കി മറ്റിടങ്ങളിലേക്ക് പോകാനുള്ളൊരു കാരണമായിട്ട് ഈ കാണുന്നത് കണ്ടില്ല. ചെറിയൊരു വീട് നമുക്കിവിടെ കാണാം. ഇപ്പോൾ താമസമില്ല കേട്ടോ നിലവിൽ. ഈ വീട് നിൽക്കുന്ന സ്ഥലം കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇത് താഴേക്ക് വലിയ കൊക്കയാണ് കേട്ടോ. ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ. നോക്കി വലിയൊരു തിട്ടാണ്. അവിടെയാണ് ഈ വീട് നിൽക്കുന്നത്. കുറച്ച് സ്ഥലത്ത് മാത്രം അതുകൊണ്ട് ഭിത്തിയൊക്കെ വിണ്ട് പോയേക്കുവാണ്. കണ്ടോ, 1.5 അടി ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അവിടെ. ആ ഭാഗമൊക്കെ മൊത്തം തകർന്നു പോയി. എങ്ങനെ പേടിച്ച് താമസിക്കില്ല ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ മഴക്കാലത്തൊക്കെ. വലിയൊരു തിട്ടയാണ് താഴേക്ക്. എൻ്റെ അമ്മോ, അങ്ങനെ മേലടുക്കത്തുനിന്ന് അടുക്കത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മേലടുക്കം കുറച്ച് മേളിലുണ്ട്. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് അടുക്കത്തിലേക്ക്. അപ്പോൾ ആ ഒരു സ്ഥലം മേളിലായതുകൊണ്ടായിരിക്കും മേലടുക്കെന്ന് പറയുന്നത് അല്ലേ. ഇവിടെ നമ്മൾ മേളിൽ കണ്ടതുപോലെ കുറച്ച് കടകളൊക്കെ കാണാം. ഇത് ഇവിടുത്തെ റേഷൻ കടയാണ് കേട്ടോ. അതൊക്കെ ആ പഴയ രീതിയിലുള്ള
കടകളാണ് കൂടുതലുള്ളത്. കടകളെല്ലാം ഇവിടെ അടച്ചിട്ടേക്കാണ്, തുറന്നൊന്നും തന്നെ കാണുന്നില്ല. പിന്നെ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് ഇതാണേ. പോസ്റ്റ് ഓഫീസിൻ്റെ ടൈം കഴിയുന്നുണ്ട്. പിന്നെ അത് ഇവിടെ നമുക്ക് റേഷൻ കടയോട് ചേർന്ന് അടുക്കം റബ്ബർ ഉൽപ്പാദക സംഘത്തിൻ്റെ ഒരു ഓഫീസ് നമുക്ക് കാണാം കേട്ടോ. ഇവിടെ നോക്കി ഈ റോഡ് സൈഡിൽ ചെറിയൊരു വീട് കാണാം കേട്ടോ. ആ വീട് ഈ പൂച്ചെടികൾ നല്ല രസമാണ്. ഈ പൂച്ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇവിടെ നോക്കി നമുക്ക് അങ്ങനെ ഒരു വീടുണ്ടെന്ന് അറിയാൻ സാധിക്കില്ല കേട്ടോ. അതെല്ലേ, ആ വീടുണ്ടെന്ന് അറിയില്ല. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഈ മേലെടുക്കെന്ന് പറയാൻ കാരണം തന്നെ അത് മുകളിലുള്ള സ്ഥലമായതുകൊണ്ടാണോ? ആ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞല്ലേ. ആ അതെ അതെ, ആ മേലെടുക്കത്തിലാണ് ഇതിലും കൂടുതൽ കടകളൊക്കെ ഉള്ളത്. ആ ഞാൻ ഓർത്ത് അടുക്കുമായിരിക്കും പ്രധാനമായിട്ടുള്ള സ്ഥലം. ആ ഇവിടെ എത്ര വീടുകളൊക്കെ ഉണ്ട് ഇവിടെ? ഉണ്ട്. ആ ഇതിൻ്റെ അക്കരെ ഉണ്ട് കേട്ടോ. വീടുകൾ കൂടുതലും മേലെടുക്കത്തിലാണ് അല്ലേ. ആ അവിടെ ഏകദേശം 100-300ഓളം വീടുകളുണ്ടെന്ന് പറഞ്ഞത് കണ്ടോ. മൊത്തം ഇത് ചേച്ചിയാണ് ആരാ ഈ ചെടികളൊക്കെ നട്ടേ? അതെ അല്ലേ. ആ നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഇവിടെ എല്ലാ തരം ചെടികളും ഉണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതുകൊണ്ട് നല്ല രസമാണ്. വീടുണ്ടെന്ന് അറിയില്ല അല്ലേ. അതെ. അപ്പോൾ ഈ പോസ്റ്റ് ഓഫീസിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ വീടുകളിലേക്ക് എത്താൻ പറ്റും. അതിന് ഈ തോടിൻ്റെ കുറുകെ ഒരു പാലമൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മഴക്കാലത്തൊക്കെ നല്ല വെള്ളം കുത്തി ഒലിച്ചു പോകുന്ന ഒരു തോടാണ് ഇതൊക്കെ. ഈ പാലം കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഇങ്ങനെ ചെറിയൊരു കയറ്റം, ഒരു ആർച്ച് ഷേപ്പിലാണ് ഈ പാലം നിൽക്കുന്നത്. നല്ല ക്ലിയർ വെള്ളം, അതിലേക്ക് താറാവുകൾ നീന്തി നടക്കുന്നത് കണ്ടോ. കണ്ടു കഴിഞ്ഞാൽ കുളിക്കാൻ തോന്നുന്നേ, അത്ര ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഈ പാലത്തിനക്കരെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ ഈ പാലം നോക്കി, ഒരു ആർച്ച് ഷേപ്പിലാണ്. അപ്പോൾ നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് പിടികിട്ടില്ല, ആ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. ആ പാറയിലേക്കാണ് കോൺക്രീറ്റ് ചെയ്ത് ആ പാലം ഫിക്സ് ചെയ്തേക്കുന്നത് കണ്ടില്ലേ. ഏകദേശം ഒരു ആർച്ച് ഷേപ്പ് എന്ന് പറയാം. നല്ല വെള്ളം കേട്ടോ. കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചാടി കുളിക്കാനൊക്കെ തോന്നും. നല്ല രീതിയിൽ വെള്ളം ഉയർന്ന ഒരു തോട് തന്നെയാണ് കേട്ടോ. നല്ല മഴയുള്ള ടൈമിൽ കണ്ടോ തോടിൻ്റെ കരയിൽ അവിടെ ഒരു വീട് കാണാം. ആ ഒരു ഭാഗത്തൊക്കെ ഒത്തിരി വീടുകളുണ്ട് കേട്ടോ. ആ താറാവുകൾ നോക്കി എന്നെ കണ്ടുകൊണ്ടാണെന്ന് അറിയില്ല, അവർ നീന്തലൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കുകയാണ് വെള്ളത്തിൽ. ഈ തോട് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ആ കല്ലിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ വെള്ളം ഒഴുകി വരുന്ന നോക്കി. ഈ തോടിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. ഇത് മീനച്ചിലാറിൻ്റെ ഒരു ഭാഗമാണെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. ഇതേ ഇവിടെ നമുക്ക് കുത്തുകല്ലുകൾ കാണാവേ. ഇത് കണ്ടില്ലേ, ഈ കയ്യാലയുടെ സൈഡിൽ കുത്തുകല്ലുകൾ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഈ സ്റ്റെപ്പ് നിർമ്മിക്കുന്നതിന് പകരമായിട്ട് എളുപ്പത്തിലുണ്ടാക്കാമല്ലോ. കയ്യാല കെട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ കല്ല് പുറത്തേക്ക് നീട്ടി വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് നടന്ന് കയറി പോകാനാണ്. ഒരു പറമ്പിൽ നിന്ന് അടുത്ത പറമ്പിലേക്ക് കയറാനും പിന്നെ വീടുകളിലേക്കൊക്കെ കയറാനായിട്ട് പണ്ട് കാലത്ത് മെയിനായിട്ടും കുത്തുകല്ലുകളാണ് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ തുറന്നിരിക്കുന്നൊരു കടയുണ്ട്. പിന്നെ അങ്കൻവാടി ഇല്ലേ ചേച്ചി, അങ്കൻവാടി അല്ലേ അവിടെ? ആ ചൂട് ഒരു രക്ഷയില്ല എൻ്റെ പൊന്നെ. ഞാൻ നാരങ്ങാവെള്ളം നല്ല തണുത്തല്ലേ, തണുത്തെടുത്തോ കേട്ടോ. ആ ആ ഓക്കെ. ആ ചെറിയൊരു ജൗളിക്കടയുണ്ട്. ഇന്ന് 4ാമത് നാരങ്ങാവെള്ളം കുടിക്കണേ. ആ അങ്കൻവാടി വിട്ട ടൈമാ അല്ലേ? ആ എത്ര പിള്ളേരുണ്ട് ഇവിടെ? 10-12 പേരുണ്ടല്ലേ. മോളുടെ പേരെന്താ? കൺമണി. കൊച്ചിന് ഇഷ്ടമുള്ള മിഠായി കൊടുത്താരേ. എന്ന് ഇവിടുന്ന് വാങ്ങിക്കുമെന്നാണ് പറഞ്ഞത്. അതെ അല്ലേ, മിഠായി വാങ്ങിക്കാതെ പോകില്ലല്ലേ. ആ എന്നാ അതാണ് ഇഷ്ടം. 2 കൈ കാണിക്കേ. ആ കുഞ്ഞു കൈ കൊള്ളുവോ? ആ മുറുക്കെ പിടിച്ചോ. ആ വെൽക്കം. മേലെടുക്കത്തുനിന്ന് അടുക്കം ഭാഗത്തേക്ക് വന്നപ്പോഴത്തേനും ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും റബ്ബറാണ് കാണണേ. കണ്ടോ നല്ല അടിപൊളി കാഴ്ചകളാണ്. ഓക്കെ കണ്ടല്ലേ, വലിയ മലയും കണ്ടോ, വലിയൊരു റബ്ബർ പ്ലാന്റേഷനാണ് ഈ കാണുന്നത് കേട്ടോ. റബ്ബറാണ് ഇവിടെ പ്രധാനമായിട്ടും. നമ്മൾ പഴുക്കക്കാന ഇല്ലിക്കൽ ഡയറക്ഷനിൽ നേരെ പോന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ജംഗ്ഷനിലേക്കാണ് എത്തുന്നത് കേട്ടോ. കണ്ടില്ല. അപ്പോൾ ഇതിൽ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ തീക്കോയി, വാഗമണ്ണ്, വെള്ളാനിയൊക്കെ പോവേ. ഇവിടുന്ന് ഏകദേശം 20-25 കിലോമീറ്റർ ദൂരമുണ്ട് വാഗമണ്ണിലേക്ക്. അതുപോലെ തന്നെ ഇവിടെ ഒരു മുസ്ലിം ദേവാലയമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ജംഗ്ഷനിലേക്കാണ് വരുന്നത്. ഈ പാലം ക്രോസ് ചെയ്ത് നേരെ നമ്മൾ ചെല്ലുന്നത് മേലെടുക്കത്തിലേക്കാണ്. ഞാൻ ആദ്യം വന്നപ്പോൾ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഈ പാലം കഴിഞ്ഞാൽ നമുക്കിവിടെ അടുക്കത്തിലെ ജനകീയ ആരോഗ്യ കേന്ദ്രമൊക്കെ കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞാണ് ആ കടകളൊക്കെ വരുന്നത്. അതായത് മേലെടുക്കത്തിലെ കടകളും കാര്യങ്ങളെല്ലാം വരുന്നത് കേട്ടോ. ഈ പാലത്തിൻ്റെ അടിയിലൂടെ തോട് ഒഴുകി പോകുന്നുണ്ട്. ഈ
തോടില്ലേ, ഈ തോട്ടിലാണ് നമ്മൾ താഴെ ഇറങ്ങിയത്, അടുക്കത്തു നിന്ന് ഇറങ്ങിയ തോടില്ലേ, ആ തോടാണ് ഇത്. ഇല്ലിക്കൽ ഭാഗത്തു നിന്ന് വരുന്ന തോടാണ് കേട്ടോ, സഫ ജുമ മസ്ജിദ്. അപ്പോൾ ആ ദേവാലയത്തിനോട് ചേർന്ന് ചെറിയൊരു കട നമുക്ക് കാണാം. അതിൻ്റെ മേളിലായിട്ട് പഴയൊരു വീടുണ്ടേ. ഇത് ഇതിലൊരു തോടൊഴുകി വരുന്നുണ്ട് കേട്ടോ. ഈ തോടിന് വട്ടക്കയം തോടെന്നാണ് പറയുന്നത്. അതും ആ ഒരു ഡയറക്ഷനിൽ നിന്നാണ് വരുന്നത്. സെയിം ആ തോടിൻ്റെ ഡയറക്ഷനിലാണ് ഈ തോട് ഒഴുകുന്നത് കേട്ടോ. വെള്ളമൊക്കെ തീരെ കുറവാണ്. അപ്പോൾ മിക്കവാറും ഈ 2 തോടുകളും ചെന്ന് കണക്ട് ചെയ്യുമായിരിക്കും അല്ലേ അവിടെ. എന്തായാലും ആ ഒരു തോടിൻ്റെ പേരറിയില്ല കേട്ടോ. ഞാൻ ഇവിടെ കുറേ പേരെടുത്ത് ചോദിച്ചു നോക്കി, അതിന് പ്രത്യേകിച്ച് പേരൊന്നും ഒരു പറയുന്നൊന്നുമില്ല. ഞായറുകുളം തോട്. ഇത് വട്ടക്കയം തോട്. അത് ഞായറുകുളം തോടല്ലേ? ഓക്കെ. അപ്പോൾ ആ തോടിന് പേരുണ്ട് കേട്ടോ. അതായത് ഇല്ലിക്കൽ ഭാഗത്തു നിന്നല്ലേ വരുന്നത്. ഇതും അതെ, ഈ തോടും അതെയോ? 2 തോട്. ഓ ശരി ശരി. 2 തോടും അവസാനിക്കുക. മീനച്ചാറിലേക്ക് ചെന്ന് അവസാനിക്കുക അല്ലേ? മെമ്പർ ആയിരുന്നു അല്ലേ? പേരെന്താ ചേട്ടൻ്റെ? ചേട്ടൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ. എത്ര വർഷം മുമ്പുള്ളത്? 25. ഇപ്പം 25 വർഷമായി അല്ലേ? അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ്. മേലടുക്കത്തിൽ നമുക്കിത് ഇവിടെ അഖില തിരുവിതാംകൂർ മലയാള മഹാസഭയുടെ ഒരു കെട്ടിടം കാണാം കേട്ടോ. നല്ല ഭംഗിയുള്ള കെട്ടിടം കണ്ടില്ലേ? പിന്നെ ഇവിടെ കുറേ വീടുകളൊക്കെയാണ് കേട്ടോ ഈ മലയുടെ അടിവാരത്തായിട്ട്. പിന്നെ ആ കാണുന്നതാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്, ശ്രീദേവി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ആ ഹയർ സെക്കൻഡറി സ്കൂളിനോട് തൊട്ടടുത്താണ് ഈ ക്ഷേത്രമുള്ളത്. ചെറിയൊരു ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ സ്കൂൾ വിട്ട ടൈമാണ് കേട്ടോ. പിള്ളേർക്ക് ഷോർട്ട് കട്ട് എടുത്തിട്ട് അമ്പലത്തിൻ്റെ മുറ്റത്തോടെയാണ് ആ റോഡിലേക്ക് കയറുന്നത് കേട്ടോ. കാരണം അത്ര ചേർന്നാണ് ആ സ്കൂളുള്ളത് അമ്പലത്തിനോട്. നല്ല ഭംഗിയുണ്ടല്ലേ ഈ ക്ഷേത്രം കാണാൻ. പല വർണ്ണങ്ങളൊക്കെ അടിച്ച്. ഈ അടുക്കം പ്രദേശത്തൊക്കെ 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ താമസം ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു മലയോര ഗ്രാമമാണ്. ഒരുപാട് മലയോര കർഷകർ അന്നും ഇന്നും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ മൂലമരത്തിനടുത്ത് എടാട് വീട് ചെയ്യാനായിട്ട് പോയില്ലായിരുന്നു. അപ്പോൾ എടാട് ഗ്രാമത്തിലേക്ക് ഇവിടുന്ന് 80 കാലഘട്ടങ്ങളിലൊക്കെ കുടിയേറ്റ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ളവർ പറയുന്നത് എടാടിൽ നിന്ന് ഇവിടേക്കും കുടിയേറ്റ് നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ഗ്രാമത്തിൻ്റെ ഇത്രയെങ്കിലുമുള്ള ഈ ഒരു വളർച്ചയുടെ പിന്നിൽ തീർച്ചയായിട്ടും ഇല്ലിക്കലിന് വലിയൊരു പ്രാധാന്യം തന്നെയുണ്ട്. കാരണം ഇല്ലിക്കൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് അറിയപ്പെട്ട് തുടങ്ങിയ പിന്നെയാണ് പുറത്തുനിന്ന് കൂടുതൽ ആളുകളൊക്കെ ഇവിടേക്ക് എത്താനായിട്ട് തുടങ്ങിയത്. അതാണ് ഒരു ടൂറിസം ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കാരണം ഇവിടെയുള്ളവരൊക്കെ അതിനോടനുബന്ധിച്ച് ചെറിയ കടകളൊക്കെ തുടങ്ങി. ആ കടകളിലൊക്കെ നല്ല കച്ചവടങ്ങൾ ലഭിച്ചു തുടങ്ങി. പിന്നെ നല്ല റോഡുകൾ വന്നു. അതുപോലെ തന്നെ ഹോം സ്റ്റേ ആയിക്കോട്ടെ, റിസോർട്ട് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് അവസരങ്ങളാണ് ആ ഗ്രാമത്തിലുള്ളവരുടെ മുന്നിലേക്ക് ഒരു ടൂറിസം വരുന്ന വഴി തുറന്ന് ലഭിക്കുന്നത്. അതൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുമെങ്കിൽ. അപ്പോൾ ഇവിടുത്തെ കാര്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൂറിസം ഒന്നും വന്നില്ലെങ്കിൽ ഈ സ്ഥലമൊന്നും അധികം പേര് അറിയില്ല. അങ്ങനെ ഇല്ലിക്കലിൻ്റെ താഴെ അങ്ങനെ അധികം ആരും അറിയപ്പെടാത്തൊരു സ്ഥലമായിട്ട് അങ്ങനെ പോയതല്ലേ. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഈ അടുക്കം ഗ്രാമത്തിൻ്റെ കാഴ്ചകളും ചെറിയ വിശേഷങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുവാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.